ഭൂട്ടാനിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഭൂട്ടാൻ ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ട ഇടങ്ങളിലൊന്നാണ്. ഇന്ത്യയിൽ നിന്നും 2 വിധത്തിൽ ഭൂട്ടാനിലേക്ക് പോകാം. ഒന്ന്, വിമാനമാർഗം. പശ്ചിമ ബംഗാളിലെ ബഡ്ഗോദര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം അതിർത്തിയിലേക്ക് പോകും. മറ്റൊരു വഴിയുള്ളത് NJP റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്നും ഇന്ത്യയുടെ അതിർത്തി ഗ്രാമമായ ജയ്ഗണിൽ എത്തിച്ചേരാം. ഭൂട്ടാനിലേക്ക് പോകാൻ ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല. വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് കയ്യിലുണ്ടായാൽ മതി. ഇത് അതിർത്തി ഗ്രാമമായ ജയ്ഗണിലെ ഒരു തെരുവാണ്. ഇവിടെയുള്ള ഇമിഗ്രേഷൻ സെൻറ്ററിലെത്തി ID കാർഡ് കാണിച്ച് ചില ഫോർമാലിറ്റീസ് പൂർത്തീകരിച്ചാൽ നമുക്ക് ഭൂട്ടാനിലേക്ക് കടക്കാം. ഈ അതിർത്തി കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു സംസ്കാരവും ജീവിത രീതിയും ഒക്കെയാണ്. മനോഹരമായ വൃത്തിയുള്ള തെരുവുകളും മുഖത്ത് സന്തോഷം തുളുമ്പി നിൽക്കുന്ന ജനങ്ങളും ഇതൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുക. വാഹനങ്ങളുടെ കാതടപ്പിക്കുന്ന ഹോണടി ശബ്ദം, തെരുവിലെ കോലാഹലം, ഇതൊന്നും ഇവിടെയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ അതിർത്തി ഗേറ്റിന് അപ്പുറവും ഇപ്പുറവും തീർത്തും വ്യത്യസ്തമായ 2 സംസ്കാരങ്ങൾ നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഭൂട്ടാൻ്റെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. എന്നാൽ അതിനു മുമ്പ് ചില പ്രത്യേകതകൾ, ഭൂട്ടാൻ്റെ ചില സവിശേഷതകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടെയും നിരവധി കുന്നുകളും മലകളും നിറഞ്ഞ ഒരു മനോഹരമായ പ്രദേശമാണ് ഭൂട്ടാൻ. ഈ മലനിരകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കാലവർഷക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് ഈ പ്രദേശത്ത് ധാരാളം മഴ പെയ്യും. അതിനാലായിരിക്കാം സമ്പുഷ്ടമായ ഒരു വനമേഖലയും ഇവിടെയുണ്ട്. ആകെ ഭൂവിസ്തൃതിയുടെ 70% വനങ്ങളുള്ള അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഭൂട്ടാൻ. മറ്റൊരു പ്രത്യേകത, ഭൂട്ടാൻ കാർബൺ നെഗറ്റീവ് രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ അതിനെ ആഗിരണം ചെയ്യുവാനുള്ള പ്രകൃതിയുടെ കഴിവിനേക്കാൾ കുറവായിരിക്കുമ്പോഴാണ് അതിനെ കാർബൺ നെഗറ്റീവ് രാജ്യം എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന പേരിലും ഭൂട്ടാൻ അറിയപ്പെടുന്നുണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനേക്കാൾ ഗ്രോസ് ഡൊമസ്റ്റിക് ഹാപ്പിനെസ്സിന് ഭൂട്ടാൻ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടുകളിലൊന്നായി ഭൂട്ടാൻ അറിയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത, ഭൂട്ടാനിൽ ആരോഗ്യവും വിദ്യാഭ്യാസവും പൂർണ്ണമായും സൗജന്യമാണ് എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരുപക്ഷെ ഏറ്റവും അധികം അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനുമാണ്. അത് സൗജന്യമാണെന്ന് പറയുന്നത് തന്നെ അവരുടെ സംതൃപ്തിക്ക്, സന്തോഷത്തിന് ഒരുപക്ഷെ കാരണമാകാം. ടൂറിസത്തിന് വളരെയേറെ പ്രാധാന്യം ഭൂട്ടാൻ സർക്കാർ നൽകുന്നുണ്ട്. അവരുടെ വരുമാനത്തിൻ്റെ 2ാം സ്ഥാനം ടൂറിസത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. എന്നാൽ പ്രകൃതിയെയും പരിസ്ഥിതിയെയും അവരുടെ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും തകർത്തുകൊണ്ടുള്ള ഒരു ടൂറിസം വികസനത്തിനും അവർ തയ്യാറല്ല. ടൂറിസ്റ്റുകളെ അനിയന്ത്രിതമായി ഇവിടേക്ക് വരുന്നതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പല നിയമങ്ങളും ഇവർ നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്ന്, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ദിവസം 1200 രൂപയോളം, ഇന്ത്യക്കാരാണെങ്കിൽ 1200 രൂപയോളം ദിവസം നികുതി അടയ്ക്കണം എന്നുള്ളതാണ്. അതുപോലെ ഒരു രജിസ്റ്റേർഡ് ലൈസൻസ് ഉള്ള ഒരു ഗൈഡ് നിർബന്ധമാണ്. എത്ര പേർ ഇവിടെ ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിച്ചാലും അവരോടൊപ്പം ഒരു ഗൈഡ് നിർബന്ധമാണ് എന്നുള്ളതും ഇവരുടെ നിയന്ത്രണങ്ങളിൽ, ഇവരേർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. വരുമാനത്തിൽ 1ാം സ്ഥാനം ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൈദ്യുതി വിറ്റ് ലഭിക്കുന്ന വരുമാനമാണ് ഇവർക്ക്. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങളിലേക്ക് വൈദ്യുതി ഇവർ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ടൂറിസത്തിൻ്റെ കാര്യത്തിൽ പ്രകൃതിയെയും പരിസ്ഥിതിയെയും അവരുടെ സംസ്കാരത്തെയും നശിപ്പിച്ചുകൊണ്ടുള്ള ഒന്നും അവരിവിടെ അനുവദിക്കില്ല. എന്നാൽ ടൂറിസ്റ്റുകളോട് ഏറ്റവും നന്നായി ഇടപെടുന്ന ജനങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എവിടെ നോക്കിയാലും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. മഞ്ഞ് വീണ് കിടക്കുന്ന റോഡരികുകളും
വലിയ മലനിരകളും വനങ്ങളും തനത് ശൈലിയിൽ പടുത്തുയർത്തിയിരിക്കുന്ന കെട്ടിടങ്ങളും ഇതെല്ലാം ഭൂട്ടാൻ്റെ സവിശേഷതകളാണ്. എവിടെ നോക്കിയാലും മനോഹരമായ ഭൂപ്രകൃതികളും മനോഹര ദൃശ്യങ്ങളും മാത്രം. ഇനി ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്തൂപങ്ങളുടെയും സന്യാസി മഠങ്ങളുടെയും നാടാണ് ഭൂട്ടാൻ. മനോഹരമായ നിരവധി സ്തൂപങ്ങൾ ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ടവ ഇവിടെ എല്ലായിടത്തും കാണാൻ കഴിയും. അതുപോലെ ഭൂട്ടാനിലെ ബുദ്ധമത സന്യാസി മഠങ്ങളും വളരെയേറെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്. Woke up late, missed the morning glaze, but the sunlight hits in so many ways. ഭൂട്ടാനിലെ രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് ഫോൻചു, മോൻചു എന്നിവ. ഇവയുടെ സംഗമ കേന്ദ്രമാണിത്. ഭൂട്ടാനിലെ ഏറ്റവും പ്രശസ്തമായ നദീ സംഗമ കേന്ദ്രം കൂടിയാണിത്. പുനാക്ക സോങ്ങിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ ഗ്ലേസിയറുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ രണ്ട് നദികളും ഇവിടെ വെച്ച് ഒന്നായി മാറുന്നു. ഇത് പുനാക്ക തൂക്കുപാലം. ഭൂട്ടാനിലെ പുനാക്ക ജില്ലയിൽ പോഞ്ചു നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നീളമേറിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ് ഇത്. ഏകദേശം 160 മീറ്ററിലധികം നീളമുണ്ട് ഇതിന്. ഇരുമ്പ് കേബിളുകളും മരപ്പലകകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം സാഹസിക യാത്രികർക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. പാലത്തിലൂടെ നടക്കുമ്പോൾ നദിയുടെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. പുനാക്ക സോങ്ങിന് സമീപമാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു എയർപോർട്ടാണ്. കുന്നുകളും മലകളും നിറഞ്ഞ ഭൂട്ടാനിൽ ഒരു എയർപോർട്ട് സ്ഥാപിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഫാറോയിൽ ഒരു എയർപോർട്ടുണ്ട്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസായ 5 എയർപോർട്ടുകളിലൊന്നായിട്ടാണ് ഇത് കരുതുന്നത്. എന്ന് മാത്രമല്ല, പ്രത്യേക പരിശീലനം ലഭിച്ച 10ഓളം പൈലറ്റുമാർക്ക് മാത്രമേ ഇവിടെ വിമാനമിറക്കുവാനും പറത്തുവാനും അനുവാദമുള്ളൂ. സൈനിക ആവശ്യങ്ങൾക്കാണ് ഈ എയർപോർട്ട് പ്രധാനമായി ഉപയോഗിക്കുന്നതെങ്കിലും സാധാരണക്കാരായ യാത്രക്കാരും ഇതിവിടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഭൂട്ടാനിലെ ഏറ്റവും ഉയർന്ന മോട്ടോറബിൾ റോഡിലൂടെയാണ്. ചെലേല പാസിലേക്ക് പോകുന്ന വഴിക്ക് വഴിയരികിൽ മഞ്ഞ് വീണ് ഐസുറഞ്ഞ് കിടക്കുന്നത് കാണാം. യാത്ര ചെയ്യുന്നതിന് വേണ്ടി അവയൊക്കെ പല വിധത്തിൽ തൂത്തുമാറ്റുകയാണ് ജോലിക്കാർ. ഇത് മനോഹരമായ ഭൂട്ടാനിലെ ഒരു കാഴ്ചയാണ്. കൊടും തണുപ്പാണ് ഇവിടെ. ഉപ്പ് വിതറിയും മഞ്ഞ് തോണ്ടി മാറ്റിയുമൊക്കെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റുകയാണ് ഇവർ. മനോഹരമായ ഒരു യാത്രയാണ് ചലേല പാസിലേക്കുള്ള യാത്ര.
ഭൂട്ടാനിൽ മദ്യം സാർവത്രികമാണ്. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ വഴിയോരത്തുള്ള കടകളിലുമൊക്കെ മദ്യം ലഭിക്കും. കൂടാതെ ഇവിടെ പ്രധാനമായും സെർവ് ചെയ്യുന്നത്, ഷോപ്പിൽ ജോലി ചെയ്യുന്നത് വനിതകളാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. സമൂഹത്തിൽ സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അവരുടെ സാമ്പത്തിക സുരക്ഷയാകാം ഇതിന് പ്രധാന കാരണം. മലകളാൽ ചുറ്റപ്പെട്ട തിംഫു താഴ്വരയുടെ രാത്രി കാഴ്ച അതിമനോഹരമാണ്. ഇത് ഡോച്ചുല പാസ്. മഞ്ഞുമൂടിയ ഹിമാലയൻ പർവ്വതനിരകളിൽ ഭൂട്ടാനിലെ തിമ്പുവിൽ നിന്ന് പുനാക്കായിലേക്കുള്ള പാതയിൽ ഉള്ള ഒരു ചുരമാണിത്. ഇവിടെയുള്ള ഡ്രാങ് വാങ്കൽ ചോർട്ടൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്തൂപങ്ങളാണിത്. ഏകദേശം 108 സ്തൂപങ്ങൾ ഇവിടെയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3100 മീറ്റർ ഉയരത്തിലാണ് ഈ പാത സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഞ്ഞുമൂടിയ ഹിമാലയ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണിത്. വളരെ മനോഹരമായ ഒരു കാഴ്ച. ഇത് പുനാക്ക സോങ്. പുനാക്ക സോങ് എന്ന് പറഞ്ഞാൽ മഹത്തായ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഇരിപ്പിടം എന്നാണ് അർത്ഥം. ഇത് ഭൂട്ടാനിലെ പുനാക്ക ജില്ലയുടെ ഭരണകേന്ദ്രമാണ്. ഇന്ന് 1955 വരെ പുനാക്ക സോങ് ഭൂട്ടാൻ സർക്കാരിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു. പിന്നീട് തലസ്ഥാനം തിംഫുവിലേക്ക് മാറ്റി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഭൂട്ടാൻ്റെ താൽക്കാലിക പട്ടികയിൽ ഈ സോങ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ സുഖകരമായ കാലാവസ്ഥ കണക്കിലെടുത്ത് പുനാക്കയെ ഭൂട്ടാൻ്റെ ശീതകാല തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഭൂട്ടാനിലെ പരമോന്നത മതാധ്യക്ഷനും അദ്ദേഹത്തോടൊപ്പമുള്ള സന്യാസിമാരും ശീതകാലം ഈ സോങ്ങിലാണ് ചിലവഴിക്കുന്നത്. ഭൂട്ടാനിലെ പ്രശസ്തമായൊരു ക്ഷേത്രമാണിത്. ഫെർട്ടിലിറ്റി ടെമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾ ഇവിടെ വരികയും പല വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. ഭൂട്ടാനിൽ പലപ്പോഴും പല സൂവനീർ ഷോപ്പുകളും സന്ദർശിച്ചപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയാണ് പുരുഷ ലൈംഗിക അവയവത്തിൻ്റെ രൂപങ്ങൾ മരത്തിൽ നിർമ്മിച്ചത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ സംശയമായിരുന്നു ഇതെന്താണ് ഇങ്ങനെയെന്ന്. ആ സംശയം തീർന്നത് ഈ ക്ഷേത്ര സന്ദർശനത്തോടെയാണ്. കാരണം ഇവിടുത്തെ പ്രതിഷ്ഠ പുരുഷ ലിംഗമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം സുവനീറുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഭൂട്ടാനിലെ തിംഫുവിലുള്ള ഭീമാകാരമായ ബുദ്ധപ്രതിമയാണ് ബുദ്ധ ഡോർഡം. 169 അടി ഉയരമുള്ള ഈ വെങ്കല പ്രതിമ സ്വർണം പൂശിയതാണ്.
സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായി ഇത് കരുതുന്നു. ഇവിടെ നിന്നും നോക്കിയാൽ തിംഫു താഴ്വരയുടെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഈ വലിയ ബുദ്ധ പ്രതിമയ്ക്കുള്ളിൽ 1,00,000-ലധികം ചെറിയ ബുദ്ധ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് സിംപ്ലി ഭൂട്ടാനിലേക്കാണ്. ഭൂട്ടാൻ്റെ ചരിത്രവും സംസ്കാരവും ജീവിത രീതികളുമൊക്കെ ടൂറിസ്റ്റുകൾക്കായി പ്രദർശിപ്പിക്കുന്ന ഒരിടമാണിത്. പാരമ്പര്യ രീതിയിൽ അറ എന്ന നാടൻ മദ്യം നൽകിയാണ് ഇവർ നമ്മെ ഇവിടെ സ്വീകരിക്കുക. പിന്നീട് ഇവരുടേതായ നിരവധി കലാരൂപങ്ങൾ ഇവർ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. പഴയകാലത്ത് ഭൂട്ടാനിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും ടൂറിസ്റ്റുകൾക്കായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാർഷിക ഉപകരണങ്ങളും അടുക്കള ഉപകരണങ്ങളും അതുപോലെ അവരുടെ കൃഷി രീതികളും അവരുടെ കലാ ഉപകരണങ്ങളും ഒക്കെ അവർ നമുക്ക് വിവരിച്ചു തരും. हैंड ड्रम है, ये है फिरना बांसुरी और ये सब एक तारा जैसे है, इसको दो तारे भी कहते हैं क्योंकि यहाँ पर 2 स्ट्रिंग है। और यहाँ पर देख सकते हैं कुछ लोग है ना याक का हॉर्न से बनाया है, याक का शिंग से, और ये दोनों ल्यूट है, ये हमारा ट्रेडिशनल गिटार है। और आप देख थोड़ा सॉल्टी है ना, सो हम इसके बाद ऑल्सो हम रेस्टोरेंट में जाएंगे मक्खन का चाय पीने के लिए। और आप देख सकते हैं ये दोनों है ना, ये मक्खन का चाय बनाने के लिए बट सिर्फ पहले ज़माने में यूज़ करते हैं, अभी तो मिक्सर ग्राइंडर है ना वो यूज़ करते हैं। और यहाँ पर मक्खन का चाय बनाने के लिए यहाँ पर हम 4 इंग्रेडिएंट्स डालना पड़ेगा। सो यहाँ पर हम डालते हैं गर्म पानी, नमक, चाय पत्ती और मक्खन डालते हैं। यहाँ पर हम मिल्क और शुगर नहीं डालते। उसके बाद ऐसे चर्न करना पड़ेगा फॉर 4 to 5 मिनट्स और ये रेडी हो जाती है। We need to churn up and down only for 4 to 5 minutes. Oh, this one butter and cheese. Yeah, butter and tea, yes. वो नूडल मेकर है, नूडल बनाने के लिए। लोग नहीं एक प्लांट क्या कहते हैं? हाँ, बैगन है ये मशरूम्स है, यहाँ पर एप्पल्स है, ये मिर्ची है, वहाँ पर कॉर्न मकई भी है, सब विंटर की सीजन है। वहाँ पर आप सीढ़ी भी देख सकते हैं। അവരുടെ പരമ്പരാഗത ഭക്ഷണ രൂപങ്ങൾ രുചിച്ച് നോക്കുന്നതിനോടൊപ്പം അവരോടൊപ്പം നൃത്തം ചെയ്യുന്നതിനുള്ള അവസരം അവർ ഒരുക്കി തരും നമുക്ക്. ट्रेडिशनल वाटर मिल हाँ वो फ्लो बनाता है ना, फ्लो क्या बोलते हैं अभी? Then you put the firewood to heat the traditional thick wood. ट्रेडिशनल इधर में वाटर गर्म पानी बनाते हैं, रोस्टेड राइस भी इधर बनाते हैं। These are actually rare species animals. So like these are rare species animals. So mostly we find in China, Bhutan and Nepal. Yeah. ഭൂട്ടാനിലെ ദേശീയ മൃഗമാണ് ടാക്കിൻ. ആടിൻ്റെ തലയും കാളയുടെ ശരീരരൂപവുമാണ് ഇതിനുള്ളത്. കിഴക്കൻ ഹിമാലയത്തിൽ കാണുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു റെയർ സ്പീഷീസ് മൃഗമാണിത്. ഇതിൻ്റെ സംരക്ഷണത്തിനായി ഒരു പ്രത്യേക കേന്ദ്രവും ഭൂട്ടാനിലുണ്ട്. ഇത് സഞ്ചാരികളുടെ ഒരു പ്രധാന സന്ദർശന കേന്ദ്രമാണിന്ന്. ഭൂട്ടാൻ ടൂറിസത്തിൻ്റെ ഐക്കോണിക് സിംബൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ടൈഗർ നെസ്റ്റ്
ഭൂട്ടാനിലെ പാറോ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്ററിലധികം ഉയരത്തിൽ പാറക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിശയിപ്പിക്കുന്ന ഒരു ബുദ്ധമത ആശ്രമമാണ് ടൈഗേഴ്സ് നെസ്റ്റ്. 8-ാം നൂറ്റാണ്ടിൽ ഗുരു റിംപോച്ചെ ഒരു പറക്കുന്ന പെൺപുലിയുടെ പുറത്ത് ഇവിടെ എത്തി ധ്യാനിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. പൈൻ വനങ്ങൾക്കിടയിലൂടെയുള്ള 4-6 മണിക്കൂർ ട്രെക്കിംഗ് വഴി ഇവിടെ എത്താം. അതിമനോഹരമായ ഒരു കാഴ്ചയും അതോടൊപ്പം അനുഭവവുമാണ് ടൈഗർ നെസ്റ്റിലേക്കുള്ള ട്രെക്കിങ്.